Hi friends, welcome to Magnum Academy's YouTube channel. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ. സോ ഇതാണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം ഒരു ബിസിനസിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുകയല്ല, പകരം അതിന്റെ മെമ്പേഴ്സിന് സർവീസ് കൊടുക്കുക എന്നാണ്. സോ നമുക്ക് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നമുക്ക് നോക്കാം. Cooperative societies are organizations which undertake business activities with the prime objective of providing service to the members. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് അല്ല, അതിന് പകരം അതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. എന്നിരുന്നാലും they also earn a small amount of profit, but the main intention is to look after some common interest of its members. പ്രോഫിറ്റ് അല്ല അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എങ്കിലും അവരും പ്രോഫിറ്റ് അവർക്ക് ബിസിനസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ മെമ്പേഴ്സിനെ, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ, പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും, ആ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം. The term cooperation is derived from the Latin word cooperare, where the word co means with and operare means to work. അതായത് ഈ കോഓപ്പറേഷൻ എന്ന ടേം ഈ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ്. ഏത് ലാറ്റിൻ വേർഡ്? കോഓപ്പറാരി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഈ കോഓപ്പറേഷൻ എന്ന ടേം ഡിറൈവ് ആയിരിക്കുന്നത്. കോ എന്ന് പറഞ്ഞാൽ വിത്ത്, അല്ലെങ്കിൽ ഓപ്പറാരി എന്ന് പറഞ്ഞാൽ വർക്ക്. സോ ദ ടേം കോഓപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗെദർ. സോ കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗെദർ എന്നാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ദോസ് ഹു വാണ്ട് ടു വർക്ക് ടുഗെദർ വിത്ത് സം കോമൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ഫോം എ സൊസൈറ്റി വിച്ച് ഈസ് ടേംഡ് ആസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം. അതായത് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ സർവീസ് മോട്ടീവ് ആയിട്ട് ഒരു സൊസൈറ്റി തുടങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു വർക്ക് ടുഗദർ ടു പ്രൊമോട്ട് ദർ എക്കണോമിക് ഇൻട്രസ്റ്റ്. അതായത് ഇതിൽ ചേരുന്ന മെമ്പേഴ്സ് എല്ലാവരും തന്നെ സ്വമേധയാ ചേരുന്നതാണ്. അതായത് അവരുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ഒന്നാണെന്ന് കണ്ട് അവരെല്ലാവരും കൂടി ഒരു സൊസൈറ്റി രൂപീകരിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതിനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അതായത് നമ്മുടെ സ്വയം ഹെൽപ്പിന് വേണ്ടി, നമുക്ക് സ്വയം നമ്മുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രധാനമായും രൂപീകരിക്കുന്നത്. സോ നമുക്കിനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് സ്വമേധയാ ചേരുന്നതാണ്. മെമ്പേഴ്സ് ജോയിൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ദെയർ ഓൺ ചോയ്സ്. പേഴ്സൺസ് ഹാവിംഗ് കോമൺ എക്കണോമിക് ഒബ്ജക്റ്റീവ് ക്യാൻ ജോയിൻ ദ സൊസൈറ്റി ആസ് വെൽ ആൻഡ് ദേ ലൈക്ക് കണ്ടിന്യൂ ആസ് ലോങ് ആസ് ദേ ലൈക്ക് ആൻഡ് ലീവ് ദ സൊസൈറ്റി വെൻ ദേ വാണ്ട്. വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരേ ഇൻട്രസ്റ്റുള്ള അല്ലെങ്കിൽ ഒരേപോലെ താല്പര്യമുള്ള നിരവധി വ്യക്തികൾ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിക്കുന്ന ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് ഇതിന്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്പൺ മെമ്പർഷിപ്പ്. The membership is open to all those who are having a common economic interest. അതായത് ഒരു കൂട്ടത്തിലേക്ക് സെയിം താല്പര്യമുള്ള അല്ലെങ്കിൽ അതേപോലത്തെ താല്പര്യമുള്ള വ്യക്തികൾക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നവനാണ്. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് ആണ്. ആ താല്പര്യമുള്ള ആർക്കും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന് ഇത്ര മെമ്പേഴ്സ് വേണമെന്നൊരു ഇതുണ്ട്, അതായത് ഒരു നിയമമുണ്ട്. മിനിമം ഓഫ് 10 മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് മിനിമം 10 ആൾക്കാർ ചേർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ ഇൻ കേസ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി 50 ഫ്രം ഈച്ച് സ്റ്റേറ്റ്. അതായത് നമുക്ക് പല സംസ്ഥാനങ്ങൾ തമ്മിൽ ചേർന്നിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാകും. അതിൽ അവരുടെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് കുറഞ്ഞത് 50 പേരെങ്കിലും ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇതിൽ വേറൊരു ഇതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം ഇതിന്റെ മാക്സിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സിനെ അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതായത് എത്ര വേണമെങ്കിലും ആൾക്കാരിനെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. The next one is registration of the society. In India, Cooperative Society registered under the Cooperative Societies Act 1912. അതായത് ഇന്ത്യയിലുള്ള നിയമപ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഏത് ആക്ടിന്റെ കീഴിലാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912ന്റെ കീഴിലാണ്. അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടാവും. സോ അതിന് കീഴിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, സോ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വൺസ് രജിസ്റ്റേർഡ് ദ സൊസൈറ്റി ബിക്കംസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് അറ്റൈൻ ദ സർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരിക്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നവരും ഇതിനൊരു ലീഗൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ലഭിക്കുകയാണ്. അതായത് അതിന് നിയമത്തിന്റെ പരിപൂർണ്ണ പരിരക്ഷ ലഭിക്കുകയാണ്. സോ അങ്ങനെ ലഭിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുണ്ടാകുന്നതാണ് ഇതിൽ പറയുന്നത്. ദ സൊസൈറ്റി എൻജോയ്സ് എ പെർപെച്വൽ സക്സഷൻ.
പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അതായത് ആ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ രാജിവെച്ച് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റി തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് ദ സൊസൈറ്റി എൻജോയ്സ് എ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ കോമൺ സീൽ. ആ സൊസൈറ്റിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവുകയും ആ സീലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സീലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ആ കമ്പനിയുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കും. സോ ഇറ്റ്സ് എ കോമൺ സീൽ. And it has to enter into agreements with, it can enter into agreements with others. അതായത് മറ്റു സൊസൈറ്റികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടോ ലീഗലായി ഫോം ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബിസിനസ് നടത്താനോ അഗ്രിമെന്റ് ചെയ്യാനോ സാധിക്കും. ഇറ്റ് ക്യാൻ sue others in court of law. ഇത് രജിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവർക്ക് അതായത് നിയമ നടപടികളിലേക്ക് മറ്റുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കണമെങ്കിലോ അങ്ങനെയുള്ള എന്താവശ്യത്തിനും നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടീസ് ഇൻ ഇറ്റ്സ് നെയിം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ അതിന് അസറ്റ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയോ അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ തന്നെ വാങ്ങുവാനും സാധിക്കും. അതാണ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി കൊണ്ട് നമുക്കിവിടെ രജിസ്ട്രേഷൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. നെക്സ്റ്റ് വൺ ഈ സ്റ്റേറ്റ് കൺട്രോൾ. എന്താണ് സ്റ്റേറ്റ് കൺട്രോൾ? Since registration of the cooperative society is compulsory, every cooperative society comes under the control and supervision of the government. The cooperative department, which keeps a watch on the functioning of societies, every society has its own accounts audited from the cooperative department of the government. ഇത് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുകളിൽ എപ്പോഴും ഗവൺമെന്റിന് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. കൺട്രോൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് എപ്പോഴും അതിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ലീഗലായി അതിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വരികയും അതൊരു മറ്റേ രജിസ്റ്റർ ആവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു വകുപ്പ് ഉണ്ടാകും. സോ ആ വകുപ്പ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഗവൺമെന്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ. നമുക്കറിയാം വോളണ്ടറി അസോസിയേഷൻ ആണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ് ചെയ്യുന്നത്. സോ അവരുടെ ആ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. The members of the capital of the cooperative society is contributed by its members. Since the members' contribution is very limited, it often depends on the loan from the government and apex cooperative institutions or by the way of grants and assistance from state and central government. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഏതിൻ്റെയും ഒരു പ്രധാന മൂലധനം അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിന് മെമ്പേഴ്സ് നൽകുന്നതാണ്. സോ അതിലെ മെമ്പേഴ്സിന് ക്യാപിറ്റൽ കുറവാണെങ്കിൽ ബാങ്കുകളിൽ നമുക്ക് ലോൺ ലഭിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നിരവധി ഗ്രാൻഡുകളും അല്ലെങ്കിൽ എന്താ പറയുക അതുപോലുള്ള പ്രോഗ്രാംസുകളുണ്ട്. സോ അതിലൂടെ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാനുള്ള മൂലധനം ലഭിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെമോക്രാറ്റിക് സെറ്റപ്പ്. എന്താണ് ഡെമോക്രാറ്റിക് സെറ്റപ്പ്? The cooperative societies are managed in a democratic manner. Every member has the right to take part in the management of the society. However, the society elects the managing committee for its effective management. എല്ലാ മെമ്പേഴ്സും സ്വമേധയാ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചേരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ സൊസൈറ്റി മാനേജ്മെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എങ്കിലും എല്ലാവരും അത് മാനേജ് ചെയ്താൽ ശരിയാവുകയില്ല എന്നതുകൊണ്ട് തന്നെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആൾക്കാർ അവർ ചില ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർ അത് മാനേജ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് ഡെമോക്രാറ്റിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സർവീസ് മോട്ടീവ്. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. അതായത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ടു പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, സർവീസ് ആണ്. അവർക്ക് തങ്ങളുടെ കീഴിലുള്ള സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് നല്ല ബെറ്റർ സർവീസസ് കൊടുക്കുകയാണ് ഇതിന്റെ മോട്ടീവ്. അതാണ് സർവീസ് മോട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിന്റെ മെമ്പേഴ്സിന് അത് അതായത് ഡിവിഡൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് അവർക്ക് ഇവരുടെ ഇതിന്റെ ഇതിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഇതെന്തെന്ന് വെച്ചാൽ സർവീസ് മോട്ടീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് അധികം ഉണ്ടാവുകയില്ല. എങ്കിലും ഉണ്ടാകുന്ന പ്രോഫിറ്റ് അത് ആ സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഡിവിഡൻഡ് ഫോമിൽ അവർ തിരികെ കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. After giving a limited dividend to the members of the society, the surplus profit is distributed in the form of bonus, keeping aside a certain percentage as reserve and for general welfare of the society. ഈ ബാക്കി വരുന്ന അതായത് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഫുൾ എമൗണ്ട് ഒരു ഡിവിഡൻഡ് ആയി കൊടുക്കുകയില്ല. പകരം അതിന്റെ ഒരു certain എമൗണ്ട് പ്രോഫിറ്റിന്റെ certain എമൗണ്ട് മാത്രമേ അവർ ഡിവിഡൻഡ് ആയി കൊടുക്കുകയുള്ളൂ. സോ അങ്ങനെ കൊടുത്ത ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഫോം ഓഫ് ബോണസ്.
അതിൻ്റെ 1% ബോണസായിട്ട് മെമ്പേഴ്സിന് തന്നെ പിന്നെയും കൊടുക്കുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു? കീപ്പിംഗ് അസൈഡ് ആസ് എ സർട്ടൺ പെർസെൻറ്റേജ് ആസ് റിസർവ് ആൻഡ് ഫോർ ജനറൽ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് അതിൽ സർട്ടൺ പെർസെൻറ്റേജ് അവർ റിസർവായി സൂക്ഷിക്കുകയും ബാക്കി ജനറൽ, അതായത് സൊസൈറ്റിയുടെ നടത്തിപ്പിന് ആവശ്യമായി ആ തുക വിനിയോഗിക്കുകയും ചെയ്യുന്നു. സോ ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തെല്ലാം തരം കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. These societies are formed to protect the interest of consumers by making available consumer goods of high quality at reasonable price. സോ കുറെ ചേർന്ന് ഉപഭോക്താക്കൾ ചേർന്ന് തുടങ്ങുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അതായത് അതിലെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ചെറിയ മിതമായ നിരക്കിൽ കൊടുക്കുകയാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. These societies are formed to protect the interest of small producers and artisans by making available items for their production like raw materials, tools, equipments, etc. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇത് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്മോൾ പ്രൊഡ്യൂസേഴ്സ്, അതായത് ചെറുകിട സംരംഭകരും അല്ലെങ്കിൽ ആർട്ടിസാൻസ്, അതായത് പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവരും ചേർന്ന് തുടങ്ങുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവരിത് തുടങ്ങുന്നത് എന്തിനാണ്? അവരുടെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് ലഭിക്കുവാനും ടൂൾസ് ലഭിക്കുവാനും അതിനുവേണ്ട എക്യുപ്മെന്റ്സ് ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. To solve the problem of marketing the products, small producers join hands to form മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞ പോലെ തന്നെ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഫോം ചെയ്യുന്നത്. അവർ എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്യുന്നത്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് കൂടുതൽ മാർക്കറ്റ് ലഭിക്കുവാൻ വേണ്ടിയെങ്കിൽ കൂടുതൽ വിപണനം ലഭിക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ കൂടുതൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ലക്ഷ്യം? To provide residential houses to the members, housing cooperative societies are formed generally in urban areas. അതായത് അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നഗരപ്രദേശങ്ങളിലാണ് പ്രധാനമായും ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അതിലെ മെമ്പേഴ്സ്, ആ സൊസൈറ്റീസിലെ മെമ്പേഴ്സിന് വീടുകൾ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ മിതമായ നിരക്കിൽ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങാൻ സഹായിക്കുക. ഇതൊക്കെയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ ഈസ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. These societies are formed by small farmers to get benefits of large scale farming. കർഷക സഹകരണ സംഘം, നമുക്ക് ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. കർഷക സഹകരണ സംഘം ഇത് എന്തിനാണ് ഫോം ചെയ്യുന്നത്? This is formed by small farmers to get benefits of large scale farming. അതായത് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നതിലൂടെ എന്തൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം തുടങ്ങിയവയെ കുറിച്ച് പഠിക്കുവാനും അല്ലെങ്കിൽ എന്താ പറയുക കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെറുകിട കർഷകർ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങുന്നത്. And the next one is credit cooperative societies. These societies are started by persons who are in need of credit. Credit cooperative societies accept deposits from the members, grant them loans at reasonable rate of interest. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ കണ്ട, അതായത് നമ്മുടെ നാട്ടിൽ ധാരാളം സഹകരണ ബാങ്കുകൾ ഉണ്ടാവും. സോ അതൊക്കെ നടത്തുന്നത് ആരാണ്? ഇതേപോലുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സംഘങ്ങളാണ് അല്ലെങ്കിൽ സൊസൈറ്റീസ് ആണ് ഈ സഹകരണ ബാങ്കുകൾ നടത്തുന്നത്. അവരെന്ത് ചെയ്യുന്നു? ആവശ്യമുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കുകയും നമ്മളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ലക്ഷ്യങ്ങൾ. സോ നമുക്കിനി മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് നോക്കാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് നമുക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഈസി ടു ഫോം. Any 10 adult members can voluntarily form an association and get it registered with the Register of Cooperative Societies. The registration is very simple and it does not require much legal formalities. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണമെങ്കിൽ അതിൻ്റെ താരതമ്യേന അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് വളരെ എളുപ്പമാണ്. അത് ഒരേപോലത്തെ ഇൻട്രസ്റ്റ് ഉള്ള 10 ആൾക്കാർ ചേർന്ന് നമുക്ക് 10 ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ പറ്റും. അത് രജിസ്റ്റർ ചെയ്താൽ മതി. അതായത് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിൽ നമുക്കത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താരതമ്യേന വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the members of the cooperative societies are limited up to the capital contribution. They are not personally liable for the debt of the society. അതായത് അതിന്റെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ആ ഒരു മെമ്പർ എത്രത്തോളം ഷെയർ അതിനകത്തോട്ട് റിസോഴ്സ് അയാളുടെ യൂട്ടിലൈസ് ചെയ്തിട്ട്
സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രമാത്രമായിരിക്കും അയാൾക്ക് വരുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ആൻഡ് ദേ ആർ നോട്ട് പേഴ്സണലി ലയബിൾ ഫോർ എ ഡെപ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സൊസൈറ്റിക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും തങ്ങളുടെ പേഴ്സണൽ അസറ്റ്സ് ഇതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ സെല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന്റെ ലയബിലിറ്റി, സൊസൈറ്റിയുടെ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരിക്കലും തങ്ങളുടെ പേഴ്സണൽ അസറ്റ്സോ അല്ലെങ്കിൽ അതുപോലെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓപ്പൺ മെമ്പർഷിപ്പ്. നമ്മളെ ഓപ്പൺ മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ്. അതായത് ഒരേപോലത്തെ ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള നിയമാവലി അനുസരിച്ച് അതിൽ ചേരാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് അസിസ്റ്റൻസ്, ഇതും നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ്. സ്റ്റേറ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ the needs of the country's growth has necessitated the growth of economic status of the weaker sections. Therefore, cooperative societies always get assistance in the form of loans, grants, subsidies, etc. from the state as well as central government. സ്റ്റേറ്റ് അസിസ്റ്റൻസ് എന്താണ്? നമ്മുടെ അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് അധികവും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാവും. എന്തിനാണ്? അത് ആ നാടിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അധികവും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ലോൺസും അല്ലെങ്കിൽ ഗ്രാൻഡ്, സബ്സിഡറീസ് ഇതൊക്കെ സ്റ്റേറ്റും സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇതിന് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭ്യമാക്കുന്നു. അതാണ് സ്റ്റേറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേബിൾ ലൈഫ്. The cooperative society enjoys the benefit of perpetual succession. സ്റ്റേബിൾ ലൈഫ് എന്ന് പറയുന്നത് അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ടിന്റെ പ്രകാരങ്ങളിലോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് മരണമുണ്ടാവുകയോ അല്ലെങ്കിൽ മെമ്പേഴ്സ് റിസൈൻ ചെയ്തു പോവുകയോ ചെയ്തു കഴിഞ്ഞാലും ആ സൊസൈറ്റി തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേബിൾ ലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടാക്സ് കൺസെഷൻ. To encourage people to form cooperative societies, the government generally provide tax concessions and exceptions which keep on changing from time to time. ടാക്സ് കൺസെഷൻ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തിനാണ് ടാക്സ് കൺസെഷൻ ലഭ്യമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ടു എൻകറേജ് പീപ്പിൾ ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഗവൺമെന്റ് ജനറലി പ്രൊവൈഡ്സ് ടാക്സ് കൺസെഷൻസ്, എക്സെപ്ഷൻസ് വിച്ച് കീപ് ഓൺ ചേഞ്ചിങ് ടൈം ടു ടൈം. നമ്മളിവിടെ പഠിച്ചു. അതായത് സ്റ്റേറ്റ് അസിസ്റ്റൻസ് നമുക്കറിയാം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അധികവും തുടങ്ങുന്നത് ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള നഗരപ്രദേശങ്ങളിലോ ഒക്കെയാണ്. അത് എന്തിനു വേണ്ടി തുടങ്ങുന്നു? അതിന്റെ ആ നഗരത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ആ ഗവൺമെന്റ് കൂടുതൽ ആൾക്കാരെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ടാക്സ് കൺസെഷൻസും അതുപോലുള്ള എക്സംഷൻസും ലഭിക്കുന്നുണ്ട്. അതായത് ഒരു മെമ്പർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അയാൾ ആ ഇതിലിടുന്ന ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനോ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ്സിനോ പലതരത്തിലുള്ള ടാക്സ് കൺസംഷൻസും ഉണ്ട്. പക്ഷെ അത് ഗവൺമെന്റിന്റെ നയങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. എന്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ മാനേജ്ഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി വിച്ച് ഈസ് സെലക്ടഡ് ബൈ ദ മെമ്പേഴ്സ്. അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി മുൻപോട്ട് പോകുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ലിമിറ്റഡ് ക്യാപിറ്റൽ. നമുക്കറിയാം ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ്? ആ മെമ്പേഴ്സ്, അതായത് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് മാത്രമേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കി എന്ന് പറയുന്നത് അതിന്റെ നമ്മൾ എടുക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ഗ്രാന്റുകളൊക്കെയാണ്. സോ ഈ മെമ്പേഴ്സിന്റെ കയ്യിലുള്ള റിസോഴ്സസ് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഫോം ചെയ്യുന്നത് റൂറൽ ഏരിയാസിലാണ് അധികവും എന്ന് നമുക്കറിയാം. സോ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? മിഡിൽ ക്ലാസ് ആയിരിക്കും. അവർക്ക് കൂടുതൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഇതിലുള്ള ഫണ്ട് അവൈലബിൾ ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. കൂടുതൽ ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് ഓൾവേസ് ഏബിൾ ടു മാനേജ് ദ സൊസൈറ്റി ഇൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് വേ ഡ്യൂ ടു ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. സോ ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മുൻപോട്ട് നയിക്കുന്നത്. ഇവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മാനേജീരിയൽ എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് വിദഗ്ധരായിരിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ സൊസൈറ്റിയുടെ എഫിഷ്യൻസിനെ അത് ബാധിക്കുന്നു. അതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കഴിയണമെന്നില്ല. അതാണ് ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇസ് ലെസ് മോട്ടിവേഷൻ. Since the rate of return of capital investment is less, the members do not always involve in the life affairs of the society. ലെസ് മോട്ടിവേഷൻ എന്നിവിടെ പറയാൻ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. സോ ഇതിനുണ്ടാകുന്ന പ്രോഫിറ്റ് താരതമ്യേന കുറവായിരിക്കും. അങ്ങനെ വരുന്ന പ്രോഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ മെമ്പേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എല്ലാവരും ഇതിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ലെസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. വൺസ് ദ ഫസ്റ്റ് വേവ് ഓഫ് enthusiasm to start and run the business is exhausted, intrigue and factionalism arise among the members. It makes the cooperative lifeless and inactive. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു കൂടുതൽ 10 ആൾക്കാർ ചേർന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുമ്പോൾ അത് തുടങ്ങുമ്പോഴുള്ള ഇൻട്രസ്റ്റ് അവർക്ക് മുൻപോട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകണമെന്നില്ല. അവർ തമ്മിലുള്ള പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ മെമ്പേഴ്സിന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഇൻട്രസ്റ്റ് കുറയുകയും അതിൽ അവർ ആക്റ്റീവ് ആകുന്നത് കുറയുകയും ചെയ്യുന്നു. അതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കറപ്ഷൻ. ലാസ്റ്റ് ലിമിറ്റേഷൻ ആണ് കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ട്? In spite of the government's regulation and periodical audit of the accounts of the cooperative society, the corrupt practices in the management cannot be completely ignored. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജ് ചെയ്യുന്ന ആൾക്കാർ അതിനുള്ളിൽ ഒരു അഴിമതി നടത്താൻ സാധ്യതയുണ്ട്. അത് ഗവൺമെന്റിലേക്ക് ഇതിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ഗവൺമെന്റിൽ ഓഡിറ്റ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പോലും അവർ അതിൽ അഴിമതിയൊക്കെ നടത്താൻ സാധിക്കുകയാണ്. അതാണ് കറപ്ഷൻ കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്യൂട്ടബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ സമൂഹത്തിലെ ഏതൊക്കെ തരം ബിസിനസ്സിനാണ് സ്യൂട്ടബിൾ ആകുന്നതാണ് ഇവിടെ പറയുന്നത്. You have already learned of the cooperative society form of business organization is a voluntary association of persons who are not financially strong and cannot stand on the legs to start and run business individually. നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്ന ആൾക്കാർ, അതായത് മെമ്പേഴ്സ് എപ്പോഴും ഒരു ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ബിസിനസ് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ള ക്യാപിറ്റൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ട് അതിന്റെ കീഴിൽ ബിസിനസ് നടത്തുന്നത്. To solve the common problem, to meet the common requirements in the form of business organization is more suitable. അതായത് അങ്ങനെ വരുമ്പോഴുള്ള, അതായത് 1-2 വ്യക്തികൾക്ക് ചേർന്ന് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ക്യാപിറ്റൽ പൂൾ ചെയ്യാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അങ്ങനെ വരുന്ന ബിസിനസ്സുകൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ബെസ്റ്റ് സ്യൂട്ടബിൾ ആണ്. Thus, people can enjoy joint hands to get the consumer products, to build residential houses, for marketing the products, to provide loans and advances, etc. നമ്മൾ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ നേരത്തെ പഠിച്ചുള്ളൂ. അതായത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയവ. സോ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തിനാണ് തുടങ്ങുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് പീപ്പിൾ ജോയിൻ ദ ഹാൻഡ്സ് ടു ഗെറ്റ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ ലഭിക്കാൻ വേണ്ടി. സോ അങ്ങനെ വരുന്ന സൊസൈറ്റി കൺസ്യൂമർ പ്രൊഡക്ട്സ്. റെസിഡൻഷ്യൽ ഹൗസസ് ഡീൽ ചെയ്യുന്നത് എന്താണ്? റെസിഡൻഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റെസിഡൻഷ്യൽ ഹൗസസിനെ, അല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സിന് ഹൗസസും അതുപോലുള്ള നീഡ്സ് ഒക്കെ കൊടുക്കുന്നത്. സോ അങ്ങനെ ചെറിയ സർവീസ് മോട്ടീവായുള്ള ആവശ്യങ്ങൾക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഫോം ചെയ്യുന്നത്. ദിസ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് ജനറലി സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. സോ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിനായിട്ട് എന്തിനാണ് ഫോം ആക്കുന്നത്? സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ മീഡിയം സൈസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഫോം ചെയ്യുന്നത്.